എനിക്ക് വലതുവശത്ത് തോളില് ഭയങ്കര വേദനയായിരുന്നു. ആ. പെട്ടെന്ന് എനിക്ക് ആ വേദന വിട്ടുപോയി. ഓ, ദൈവത്തിന് സ്തോത്രം. അതായത് പ്രൈസ് ദ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ലോർഡ്. വരെ വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ ആ വേദന അവിടെ ഇല്ല. വേദന ഉണ്ടായിരുന്നു. ഇല്ല. ഓ, എന്റെ യേശു അങ്ങ് ഭയങ്കര സൗഖ്യം. വേദനയായിരുന്നു. ദൈവം വിടുവിച്ചു. നന്ദി ദൈവകരം തൊട്ടു എന്നെ. കർത്താവെ. സ്തോത്രം. ആമേ, യേശു തൊട്ട താങ്ക് യു കൃപയ്ക്ക് ലോർഡ്. നന്ദി. ഗോഡ് താങ്ക് ബ്ലസ് യു യു. ലോർഡ്. ഗോഡ് പ്രൈസ് ദ ബ്ലസ് യു ലോർഡ്. സിസ്റ്റർ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. താങ്ക് യു. ബ്രദറെ പ്രൈസ് ലോർഡ്. ആ എനിക്ക് പെടലിയുടെ വലത്ത് ഭാഗത്ത് വേദനയായിരുന്നു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ. ഇപ്പൊ എനിക്ക് വേദന മാറി. ഓ, ഇതിന് മുമ്പ് വരെ വേദനയായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പൊ ഒട്ടും വേദനയില്ല അല്ല സിസ്റ്ററെ? കേട്ടോ? കേട്ടില്ല, കട്ടായി പോയോ? ആ, വേദന ഉണ്ടായിരുന്നു. ഇപ്പം ഇപ്പൊ വേദന ഇല്ല. വേദനയില്ല. നന്ദി കർത്താവ്. ഇല്ല. സിസ്റ്ററെ ട്രാൻസ്ലേറ്റ് ചെയ്തോണേ. അടുത്തയാള് ചെക്ക് ചെയ്യാവോ? ചേട്ടാ എന്റെ പേര് അഞ്ജന എന്നാണ്. എനിക്ക് നടുവേദനയാണ്. അപ്പൊ ഞാൻ അവിടെ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോ പെട്ടെന്ന് ആ വേദന മാറിയ പോലെ എനിക്ക് തോന്നി. ആ, എത്ര നാള് സിസ്റ്ററെ നടുവിന് വേദനയായിരുന്നു? 2.5 വർഷമായിട്ട് നടുവേദനയാണ്. നിങ്ങൾ കേട്ട സിസ്റ്ററെ സാൻഡ്രാസ് ട്രാൻസ്ലേറ്റ് ചെയ്യണേ. ഇപ്പൊ പറഞ്ഞ This is, yeah, 2.5 this വർഷം. sister had a back pain for 2.5 years. The God just done miracle and she just got healing. ഇപ്പൊ ആ വേദന സിസ്റ്ററുടെ ദേഹത്തില്ല. ഇല്ല ഇല്ല. There's no pain at all. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാള് ചെക്ക് ചെയ്തേ, ഒന്ന് ചെക്ക് ചെയ്തേ. ഇനി Can സിസ്റ്ററെ you ആ can you check please? ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സിസ്റ്ററെ, ഒരു നിമിഷം. അടുത്തയാള് ചെക്ക് ചെയ്ത്. ഇപ്പം വേദനയ്ക്കകത്ത് പ്രാർത്ഥിച്ചവര്, ശരീരത്തിന്റെ അകത്ത് കാണുന്ന രീതിയിൽ മാറ്റമുള്ളവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഇത്ര ആൾക്കാർ പറയാൻ വേണ്ടിയുള്ളവരാണ് ചുമ്മാ മ്യൂട്ട് മാറ്റിയിരിക്കുന്നതാണോ? അല്ല, പ്രാർത്ഥിച്ചവരാണ്. ആ കൈത്തണ്ടക്ക് നേരിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. ആ, മാറാത്തവരൊന്ന് വെയിറ്റ് ചെയ്യണമേ. ഇപ്പൊ ഒരു മാറ്റം ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മൾ കേട്ട ഞാൻ ആ ആ വെള്ളിയാഴ്ച ഒന്ന് വീണതാണ്. ഉം വീണിട്ട് ഒരു കല്ലില് അടിച്ചു വീണു. ദൈവം അവിടെ തന്നെ ഭയങ്കരമായിട്ട് കാത്തു. കാലിന്റെ തൊലി പോയുള്ള, പക്ഷെ ഈ കാലിന്റെ എളിമ ഒരു ബോള് പോലെ ഇങ്ങനെ ഉരുണ്ടുകൂടി കിടക്കായിരുന്നു. അപ്പൊ ഉം ഇന്ന് കുളിച്ചപ്പോഴും എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഉഴിഞ്ഞു മാറിയിട്ടുണ്ടായില്ല. ഇവിടെ പ്രാർത്ഥിക്കാൻ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കണ്ടപ്പോഴും ഞാൻ വിട്ടുപോയില്ലാന്ന് വെച്ചു. ഇപ്പൊ ഞാൻ ഉടുപ്പൊക്കെ മാറ്റി കണ്ണാടിയിൽ നോക്കിയപ്പോ ഇപ്പൊ ആ മുഴ അവിടെ കാണാനില്ല. ഓ, എന്റെ യേശു. അതായത് ഇത്രയും നേരം വേദനയോടെ മുഴ അവിടെ ഉണ്ടായിരുന്നു. സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ മുഴ അപ്രതീക്ഷമായി. നീക്കി This sister had a fall on ഒരു Friday വലിയൊരു and ബോള് പോലെയായിരുന്നു. അത് വീഴ്ചയിൽ പറ്റിയതാണ്. സിസ്റ്റർ പറയുവാണ്, സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്ത്. എന്താ സംഭവിച്ചത്? കയ്യിൽ ഒരു മുഴ ഉണ്ടായിരുന്നു, വീഴ്ച നിമിത്തം. പ്രാർത്ഥിച്ചപ്പം ആ മുഴയും വേദനകളും അപ്രതീക്ഷമായി പോയി. കയ്യിലല്ല, പിന്നെ എവിടെയാ? കാലിന്റെ അടിയിലായിരുന്നേ. അത് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഫ്രണ്ടില് കാണുന്നില്ല, ബാക്കിൽ ഞാൻ കുളിക്കാൻ നിന്നപ്പോ ബോള് പോലെ തോന്നിയേ. അപ്പൊ ഞാൻ ഇന്നലെ കുളിച്ചപ്പോഴും കണ്ടു, ഇന്നും കുളിച്ചപ്പോഴും കണ്ടു. അപ്പൊ ഇന്ന് മാറിയിട്ട് കാലമൃത്യം നെഞ്ചിലാണ് കല്ലുമ്മ ചെന്നടിച്ചത്. നെഞ്ചും കാലാണ് തൊലി പോയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. പക്ഷെ ഈ ബോളി പോലുള്ളത് ഞാൻ കണ്ടില്ല. ഇന്ന് ഭയങ്കര ഈ ബോളിന് വേദന. അപ്പൊ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മാറിയത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ കൈ വെച്ചപ്പോ ബോള് കാണാനില്ല. അപ്പൊ ഞാൻ കണ്ണാടിയില് ഉടുപ്പൊക്കെ മാറ്റി നോക്കി. എവിടെയാണ് സിസ്റ്റർ ആ മുഴ പോലെ നിന്നത്? കയ്യിലാണോ കാലിലാണോ? സിസ്റ്ററെ ഒരു നിമിഷം. ഓക്കെ, ഒരു നിമിഷം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. എല്ലാവരും ഒരേപോലെ മ്യൂട്ട് മാറ്റി. ഇനിയിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ. എല്ലാവരും ഒരേപോലെ മ്യൂട്ട് മാറ്റി വെക്കുമ്പോൾ ഒന്നും തിരിയത്തില്ല. സഹോദരി പറഞ്ഞത് ഞാൻ പറയാം. സഹോദരി കഴിഞ്ഞ ദിവസം വീണ നിമിത്തം, കാലയിൽ വീഴ്ച നിമിത്തം വേദനയും ഒരു മുഴ പോലെ നിന്നിരുന്നു. അതുപോലെ ഉണ്ടായിരുന്നു. ഇപ്പം രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരെ ആ മുഴയും വേദനയും ആ കാലിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പ്രാർത്ഥനയുടെ സമയത്ത് അത്ഭുതകരമായ ഒരു മിറക്കിൾ നടന്നു. ആ മുഴ അവിടുന്ന് അപ്രതീക്ഷമായി പോയി, ആ വേദന അവിടുന്ന് അപ്രതീക്ഷമായി പോയി. യേശു ആ വേദനയെ എടുത്തുമാറ്റി അത്ഭുതത്തെ കർത്താവ് ചെയ്തു. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാൾ ഈ സാക്ഷ്യം പറയാനുള്ളവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എൻ്റെ ശരീരത്തിൽ എനിക്കിപ്പോൾ ഒരു വ്യത്യാസം വന്നു എന്ന് പറയുന്ന വ്യക്തികൾ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ? അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ?
മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ, കേൾക്കാവോ? പറഞ്ഞു. എന്റെ മൂക്കിനകത്ത് ഞൊണൽ വരുമായിരുന്നു, മിക്കവാറും വരുമായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരുന്നു, വേദന തോന്നി ഇങ്ങോട്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ബ്രദർ ഇത് പറഞ്ഞത്. ഞാൻ മൂക്കെ കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ വേദന അനുഭവപ്പെടുന്നില്ല, പക്ഷെ ആ ഞൊണൽ ചെറുതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേദന അനുഭവപ്പെടുന്നില്ല. അതായത് ഇത്രയും നാള് ഞൊണലെന്ന് പറഞ്ഞ ദശയാണ്. വേദന ഉണ്ടാകുന്ന ഒരു ഞൊണല്, വേദന ഉണ്ടാകുന്ന ഒരു ഞൊണല്. ദശ പോലെയോ? എങ്ങനെയാ അത്? ചെറിയ ദശ. ഇപ്പം അതായത് ഈ ദശ അകത്തുള്ള നിമിത്തം വേദന ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞൊണലെന്നാ പറയുന്നത്. ദശ, സോറി, കുഴപ്പമില്ല. ഓരോ നമ്മുടെ നാട്ടിലും ഓരോ വാക്കുകളല്ലേ. അപ്പം എനിക്കത് മനസ്സിലാകാത്തോണ്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ സഹോദരൻ പറഞ്ഞത് മൂക്കിൽ ഇങ്ങനെ ഒരു ഞൊടല് പോലെ അല്ലെങ്കിൽ ദശ പോലെ ഉണ്ടായിരുന്നു, അത് നിമിത്തം വേദന ഉണ്ടായിരുന്നു. എത്ര നാൾ ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു? അതിപ്പോ 2 മാസമായിട്ട് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വേദന. ഞാൻ എല്ലാ ദിവസവും അത് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരം അതങ്ങ് പോയി, വലത്തെ വയറ്റിൽ അങ്ങ് പോയി. ഇപ്പൊ ഇടത്തെ മൂക്കിന്റെ ആയിട്ട് വന്നു. ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചത്. അതെ. പ്രാർത്ഥിച്ചതിന് ശേഷം നോക്കിയപ്പോ വേദന അവിടെ ഇല്ല. കർത്താവ് തൊട്ടു. കർത്താവ് ദൈവാത്മാവ് സംസാരിച്ചതുപോലെ സർജറി ഇല്ലാതെ മൂക്കിന്റെ അകത്ത് ചില തടസ്സങ്ങൾ മാറുമെന്ന് പറഞ്ഞു. സഹോദരൻ ഏറ്റെടുത്തിട്ട് ഇപ്പൊ നമ്മൾ സാക്ഷ്യം കേട്ടു. ആ ദശ പോലെ അവിടെ ഉണ്ടായിരുന്നു. തൊട്ട് നോക്കിയപ്പോൾ അവിടെ അറിയാൻ പറ്റുന്നില്ല, ചെറുതായിട്ട് എന്തോ ഉള്ളതുപോലെ ഒരു തോന്നല് മാത്രമാണത്. കാര്യം വേദന മാറിയെങ്കിൽ അത് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. കർത്താവ് കൊടുത്ത പൂർണ്ണ സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും കാണത്തക്ക വണ്ണം സാക്ഷിയുണ്ടോ? ഉണ്ണി എന്ന് പറഞ്ഞില്ലേ, അത് ഒരു കൊച്ചിന്റെ ഫോട്ടോ പോലെയാണോ കണ്ടത്? അതെ സിസ്റ്റർ, കൊച്ചിന്റെ ഫോട്ടോ വീടിന്റെ അകത്ത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. വലതുവശത്ത് ഇങ്ങനെ ഒരു സംഭവത്തെ തൂക്കിയിട്ടിരിക്കുന്ന മാല പോലത്തെ ഒരു സാധനം കിടപ്പുണ്ട് വലതുവശത്ത്. അത് സിസ്റ്ററുടെ വീടാണോ? ഉണ്ണി ആരാ സിസ്റ്റർ? എന്റെ മോളാണ്, ഉണ്ണി മോളെന്നാ വിളിക്കുന്നത്. മോളാ ഉണ്ണി അല്ലേ? അപ്പൊ ഈ വലതുവശത്ത് കിടക്കുന്ന മാല തൂക്കിട്ടിരിക്കുന്നത് ആരുടേത്? മാലയല്ല, അത് മലയുടെ എന്താണ് അത്, നമ്മള് ഈ ചെടിയൊക്കെ ചെറിയ കുഞ്ഞൊരു ബോളിന്റെ ചെടി വെക്കാനായിട്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ച മാല പോലെ ഇങ്ങനെ മെടഞ്ഞ ഒരു സംഭവം. എന്നിട്ട് അതില് ചെറിയൊരു പലക പോലെ വെച്ചിട്ടുണ്ട്, ഇത് ഈ ബോൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് ആണിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ഇരിക്കുന്നത് റൈറ്റ് സൈഡിലാണോ വലതുവശത്താണോ? റൈറ്റ് സൈഡ്. സ്വോത്രം. സിസ്റ്റർ, ഞങ്ങൾക്ക് ഇത് കാണാനോ അറിയാനോ വല്ലോ വഴിയുണ്ടോ? സിസ്റ്റർ പറയാതെ. ഇല്ല. കർത്താവ് ഇന്ന് ആ ഭവനത്തെ മോളെ തൊടുക കേട്ടോ. യേശുവിന്റെ നാമത്തിൽ അവളുടെ ഭാവിയെ ദൂതന്മാര് കവർ ചെയ്യുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതം. ഞാൻ ആ ഭവനത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഞാനത് മാല പോലെ ഞാൻ പിന്നെ എടുത്തു നോക്കിയപ്പോൾ നീണ്ടു കിടക്കുക മാലയുടെ പോലെ. പക്ഷെ റൈറ്റ് സൈഡിൽ അത് എടുത്ത് ഞാൻ പറഞ്ഞു. ഇന്ന് ആ ഉണ്ണി എന്ന് പറയുന്നത് മോളല്ലേ. ഇന്ന് കർത്താവ് മകളെ തൊടുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? തിരുവനന്തപുരത്ത് നിന്ന് എന്റെ കയ്യില് കൈയുടെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഭയങ്കര വേദനയായിരുന്നു ഈ സമയം വരെ. ഇപ്പം കുറച്ച് ആശ്വാസമുണ്ട്. പോരാ. അതായത് ഇത്രയും നേരം നല്ല വേദനയായിരുന്നു, പ്രാർത്ഥിച്ചപ്പോ ഒരു ആശ്വാസം ഉണ്ടായല്ലേ? അപ്പൊ സൗഖ്യം നടക്കാൻ തുടങ്ങി. കൈവിട്ട് കളയരുതേ, മൂർക്ക പിടിച്ചു പറ. ഇന്ന് തന്നെ പൂർണ്ണ സൗഖ്യം എന്റെ അവകാശം. ഉറക്കെ എന്ന് പറഞ്ഞ് പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറ. പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണ്. ഈ നിമിഷം മുതൽ ആ പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് ചെയ്യുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. അടുത്തയാള് പറഞ്ഞു സ്റ്റോറൊക്കെ പറഞ്ഞു. റബേക്കയുടെ അന്ന് ബ്രദറ് പറഞ്ഞല്ലോ, ഒരു ദൂത് പറഞ്ഞല്ലോ, അത്ഭുതം നടക്കും. സെയിം റബേക്കയുടെ ബ്രദറ് ഇന്ന് +2 3A+, 3A. ഭർത്താവിന് ഭയങ്കര അത്ഭുതം, നന്ദി പറയണു. അവനങ്ങനെ ലഭിച്ചതിന് നന്ദി യേശുവിന്. ദൈവാത്മാവെന്ന് പേര് ചൊല്ലി വിളിച്ച് കർത്താവ് കുടുംബത്തെ ദൈവം തൊട്ടല്ലോ. ആ ഭവനത്തിന്റെ അവസ്ഥകളെ ജയത്തെ ദൈവം കൊടുത്തല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും തലമുറകളുടെ അനുഗ്രഹത്തെ കർത്താവ് കാണിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്?
മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഒക്ടോബർ മാസത്തിൽ ഒരു ആലോചന പറഞ്ഞിരുന്നു. മംഗളം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ തുടർന്ന്. അപ്പൊ ഞാൻ ഒരുപാട് ഭാരപ്പെട്ടിരിക്കുവായിരുന്നു. മോടെ വിവാഹത്തിന്റെ ഇതിനായിട്ട് ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആലോചന പറഞ്ഞത് ജി എന്ന് തുടങ്ങുന്ന ഒരു പ്രമാണത്തിന്റെ ഒരു ഇത് പറഞ്ഞു. ജി എന്ന് പറഞ്ഞാൽ ഗോപാലൻ, എന്റെ ഹസ്ബൻഡിന്റെ പേര് റജിയാണ്. അപ്പം ചേട്ടന്റെ അച്ഛന്റെ വസ്തു ഇട്ടിട്ടാണ് മകളുടെ വിവാഹം നടത്തിയത്. അപ്പൊ അതെന്ന് പറഞ്ഞ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊല്ലം മീറ്റിങ്ങിൽ അഞ്ജലിയുടെ പേര് ബ്രദർ എടുത്തു പറഞ്ഞായിരുന്നു. മെയ് മാസവും പറഞ്ഞു. അപ്പൊ അഞ്ജലിയുടെ കല്യാണം മെയ് 21 നടന്നു. ഒരു മിനിറ്റ് സിസ്റ്ററെ, ഈ ഒന്നുകൂടെ പറയാവോ? ഒരു മിനിറ്റ്, ബാക്കി എന്ന് പറഞ്ഞേ. അവിടെ വെച്ച് ഒന്ന് ബ്ലോക്ക് ആയിപ്പോയി. ബാക്കി എല്ലാവരും ഈ ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റി വർത്താനം പറഞ്ഞുകൊണ്ട് ഒന്നും തിരിയുന്നില്ല കേട്ടോ. സിസ്റ്ററെ പറഞ്ഞു. കേൾക്കാമോ ബ്രദറെ? പറഞ്ഞു. സിസ്റ്റർ പറയുന്ന സിസ്റ്ററുടെ പേര് പറയാമെങ്കിൽ സിസ്റ്ററെ മാത്രം ഞാൻ മ്യൂട്ട് മാറ്റാം, ബാക്കി എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്യാൻ വേണ്ടി. എന്റെ പേര് മഞ്ജു വർക്കല എന്നാണ്. ഓക്കെ സിസ്റ്റർ, ഞാനിപ്പോ ബാക്കി പറഞ്ഞു. ബ്രദറ് ഒക്ടോബർ മാസത്തിൽ ഒരു ആലോചന പറഞ്ഞിരുന്നു. അത്ര ഞങ്ങൾ കേട്ടു സിസ്റ്ററെ. ബാക്കി ഞങ്ങള് ആ സ്ഥലത്തിന്റെ വരെ കേട്ടായിരുന്നു. പിന്നെ ജി എന്ന് പറയുന്ന ലെറ്ററില് ഒരു പ്രമാണത്തിന്റെ ഒരു വസ്തു സംബന്ധമായ ഒരു ഇതൊന്നും പറഞ്ഞിരുന്നു. അപ്പം അത് ജി എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഏറ്റെടുത്തു, പക്ഷെ ഞാൻ ഉറച്ചു പറഞ്ഞില്ലായിരുന്നു. ആമേൻ പറഞ്ഞു ഞാൻ മനസ്സിൽ സ്വീകരിച്ചു. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോ അതെന്ന് പറഞ്ഞാല് ഗോപാലൻ റജിലാല് എന്റെ ഹസ്ബൻഡാ. അപ്പം പുള്ളിക്കാരന്റെ വസ്തുവാണ് വിറ്റ് മോടെ കല്യാണത്തിനുള്ള ഇതാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രദർ കൊല്ലത്ത് മീറ്റിങ്ങിൽ വെച്ച് അഞ്ജലിയുടെ പേര് വിളിച്ചു പറഞ്ഞു. മെയ് മാസത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു തലമുറയ്ക്ക്. മെയ് 21 അഞ്ജലിയുടെ വിവാഹം ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് ദൈവം നടത്തി തന്നു. അത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ സത്യം പറഞ്ഞ കണ്ടു കഴിഞ്ഞ സ്വപ്നം പോലെ ആയിരുന്നു അത്. ഇത് വലിയൊരു അത്ഭുതമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. പരിശുദ്ധാത്മാവ് അത്ഭുതം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വപ്നം കണ്ട പോലെ ആയിരിക്കുന്നേ. ആമേൻ. കർത്താവ് ഒരു പ്രവചന ആലോചനയുടെ നിവൃത്തിയാണ് പറഞ്ഞത്. പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് ആണ് സൗരി പറഞ്ഞത്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് പേര് വെളിപ്പെടുത്തി, ആ വ്യക്തിയെ വെളിപ്പെടുത്തി, ദിവസം വെളിപ്പെടുത്തി, ഇന്ന സമയത്ത് ഇന്ന കാര്യം നടക്കാൻ വേണ്ടി പോവാന്ന് മുൻകൂട്ടി ദൈവാത്മാവ് സംസാരിച്ചു. സിസ്റ്റർ പറയുകയാണ് നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് വിശ്വസിക്കാനും അത് അസാധ്യമായിരുന്നു അല്ലേ സിസ്റ്ററെ? ആണ് ബ്രദറെ, അത് ഭയങ്കര അസാധ്യമായിരുന്നു. ഞാൻ കരഞ്ഞ് ഞാൻ ബ്രദറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓ ലോർഡ് ജീസസ്. പക്ഷെ ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്നും പറഞ്ഞതാ, ഇത് സ്വപ്നം കഴിഞ്ഞതാണോ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഇത്രയും നല്ല രീതിയിൽ നടത്തിയത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങ് പ്രിയ സഹോദരിക്ക് വേണ്ടി പറഞ്ഞതുപോലെ ഇന്ന് അത്ഭുതം തോന്നുമാർ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ, എക്സൈറ്റ്മെന്റ് ആക്കുന്ന രീതിയിൽ കർത്താവ് ആ നിവർത്തി, ആ പ്രവചനാലോചന നിവർത്തിച്ചു. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അത് ദൈവം തൻ്റെ പ്രവചനാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. നിങ്ങൾക്കും ഒരു ഡെലിവറൻസ് കർത്താവ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതത്തിന് വേണ്ടി കർത്താവ് സമയം വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ആ മെയ് മാസം തന്നെ അനുഗ്രഹം പ്രാപിച്ചു, അത്ഭുതം കണ്ടു. ദൈവാത്മാവ് എല്ലാം ഭംഗിയായിട്ട് ചെയ്തല്ലോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ മാത്രം ഒന്ന് വേഗത്തിൽ പറയാവോ? ബ്രദറെ, ഒരു സാക്ഷിയുണ്ട്. പറഞ്ഞോ സിസ്റ്ററെ. ബ്രദറെ, ഞാൻ എന്റെ ദേശം വിടുവിക്കപ്പെടാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ദേശത്തുനിന്ന് അവിടെ എല്ലാ ആളുകളെയും എന്ന് പറഞ്ഞ ആ ദേശം മുഴുവനുമായിട്ടും ഞങ്ങളുടെ ദേശത്തിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു ദേവി ക്ഷേത്രത്തിലേക്ക് താലം പിടിപ്പിച്ച് ആ ദേശത്തുള്ള എല്ലാ സ്ത്രീകളെയും കൊണ്ടുപോകുന്ന ഒരു വ്യക്തി
അവര് തീർച്ചയായിട്ടും ലോകം മുഴുവനുള്ള സകലരെയും നേടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കണ്ടതാണ്. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രോഗം വിട്ടുമാറി. അതാണ് നമ്മൾ അനേകരെ സൗഖ്യമാക്കാൻ വേണ്ടിയുള്ളവരാണ് സിസ്റ്ററെ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ വ്യക്തിയുടെ രോഗം യേശു വഹിച്ചെന്നവരെ പറഞ്ഞു കൊടുക്കണമേ. ആ വ്യക്തിയെ സൗഖ്യമാക്കാനുള്ള അഭിഷേകമാണ് നമ്മുടെ അകത്ത് കർത്താവ് തന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് സംസാരിക്കുക, ദിനവും ചെല്ലുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ആ മകളെ വിടിവിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. വലിയ അത്ഭുതമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമുണ്ട്. രോഗം ദൈവം തന്നു എന്നുള്ളതല്ല, പകരം ആ രോഗം ആ വ്യക്തിക്ക് മുന്നമേ വരേണ്ടതായിരുന്നത് വന്നു. പക്ഷെ ആ രോഗത്തിൽ നിന്നുള്ള മോചനമാണ് യേശുവിലൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. രോഗത്തിൽ ഏത് വ്യക്തി ആയിക്കോട്ടെ, ദൈവത്തിൽ നല്ല രോഗം വരുന്നത്, പക്ഷെ രോഗത്തിനകത്തു നിന്നും വിടുതൽ യേശുവിലൂടെ ലഭിക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടോ? ബ്രദറെ, ഞാനാണ്. ബ്രദർ, എന്റെ മോൻ ഇന്ന് ജർമ്മന്റെ B2 4 മോഡ്യൂള് എഴുതിയിട്ടുണ്ടായിരുന്നു. 4 ആദ്യത്തെ വട്ടം തന്നെ പാസ്സായി. ഒരിക്കലും അതൊരു മിറക്കിളാണ് ശരിക്കും. കാരണം ഞാൻ അതിനു മുമ്പ് ബ്രദർ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാരോണും അവന്റെ ബ്രദറും ദൈവം അനുഗ്രഹിക്കുന്നു എന്നിട്ടൊരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വചനം എന്നും എഴുതി വെച്ച് പ്രാർത്ഥിക്കും. ബ്രദർ പറയുന്ന ഓരോ വചനവും ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എനിക്ക് തന്നെ അതിശയാണ്. അത് കാരണം അവന്റെ കൂടെ എഴുതിയ ഒരാൾക്ക് പോലും ആ ഫുൾ മോഡ്യൂൾ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇന്ന് വലിയൊരു അത്ഭുതമാണ്. 4 മോഡ്യൂൾ ഒറ്റ വട്ടം തന്നെ എഴുതി കിട്ടി. ബ്രദറെ, ഒത്തിരി താങ്ക്സ്. ദൈവാനുഗ്രഹത്താലാണ് സിസ്റ്ററെ. തീർച്ചയായിട്ടും കർത്താവ് അത് കൂട്ടായ്മയിൽ ആചരിക്കുമ്പോൾ അതിന്റെ അഭിഷേകം എല്ലാവരുടെ മേൽ പകരും. പ്രത്യേകിച്ച് ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ ജർമ്മനിയിൽ ഉള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ തലമുറകൾക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പുണ്ട്. ജർമ്മൻ പ്രയറിന് വേണ്ടിയുള്ള പ്രയർ സ്റ്റേഷന്റെ ഗ്രൂപ്പുണ്ട്. ജർമ്മനിയിലുള്ള മക്കൾക്കും നിങ്ങളുടെ ഫാമിലി ആയിട്ട് ആരൊക്കെയാണുള്ളത് അവരെല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജർമ്മനിയിൽ നമ്മുടെ പ്രയർ സ്റ്റേഷൻ ഒരു പ്രാർത്ഥന പിന്നീട് ക്രമീകരിക്കുന്നുണ്ട് 2027 ടൈമിൽ ജർമ്മനിയിൽ. അപ്പൊ ഇപ്പോൾ തന്നെ പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കുക. വലിയ കർത്താവിന്റെ പ്രവൃത്തിയും വിടുതൽ ശുശ്രൂഷകളും പ്രൊഫറ്റിക്കൽ എൻകൗണ്ടറുകളുമായിട്ടാണ് അവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ജർമ്മനി പറഞ്ഞുകൊണ്ട് തന്നെ ഓർത്താണ്. ഇന്ന് തന്നെ ഗ്രൂപ്പിലോട്ട് അത് ഷെയർ ചെയ്യാൻ ഞാൻ മടിച്ചു നിൽക്കുന്നതിന്റെ കാരണം ചിലപ്പോൾ എല്ലാ ഗ്രൂപ്പിലുള്ളവർ നോക്കാതെ ജോയിൻ ചെയ്യും എല്ലാത്തിലോട്ടും. അതുകൊണ്ട് നിങ്ങൾ ജർമ്മനിയിലുള്ള ആളുകൾ, നമ്മുടെ പ്രയർ ലൈനിലുള്ള കുടുംബത്തിൽ തലമുറകളൊക്കെ ഉള്ളവർ ജസ്റ്റ് പ്രയർ ലൈൻ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. അവർ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണം. വലിയൊരു കൈവപ്പ് ശുശ്രൂഷ അവിടെയുണ്ട്. അതെല്ലാം ചേർത്തൊരു മീറ്റിംഗ് ആണ് അവിടെ ക്രമീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നേ ഒരുങ്ങുക. ജർമ്മനിയിലുള്ളവർക്ക് വേണ്ടി കർത്താവിന്റെ വലിയൊരു പ്രവർത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി പോവാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞു. ഉണ്ണിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഒരു ഉണ്ണിയുടെ കുടുംബത്തില് അത് ഉണ്ണി എന്ന് പറയുന്നത് എന്റെ ചേച്ചിയുടെ മോനാണ്. അവന് 32 വയസ്സായിട്ട് വിവാഹമൊന്നും നടന്നിട്ടില്ല. ഒരു ചേട്ടന്റെ മോന്റെയാണ് ഫോട്ടോ ഭിത്തിയിലുള്ളത്. അമ്മ അച്ഛനും ഒന്നുമില്ല. കുഞ്ഞിന്റെ ഫോട്ടോയാണ് ഞാൻ പറഞ്ഞത്. ആ ഭിത്തിയിലുള്ളത് കുഞ്ഞിന്റെ ഫോട്ടോയാണ് ഞാൻ പറഞ്ഞതുകൊണ്ട്. കുഞ്ഞിന്റെ ഫോട്ടോ ഭിത്തിയിലുണ്ട്. വലതുവശത്ത് ചേച്ചിയുടെ മോന്. അവന് വിവാഹം അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതങ്ങനെ അപ്പൊ ഒരേ ആലോചന ഇപ്പൊ 2 പേരായി. അപ്പൊ ഒരേ വിഷയത്തിന്റെ അകത്തൂടെ കടന്നു പോകുന്നവരാണ് കുടുംബത്തിലുള്ളവര്. അപ്പൊ ഒരേ വിഷയം, ഒരേ അടയാളം, ഒരേ വ്യക്തികൾ, ഒരേ കാരണം. അത് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണെ. 2 പേർക്കും ഒരേ ദൈവപ്രവൃത്തിയെ വെളിപ്പെടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആ മകനെ ദൈവം സാക്ഷിയാക്കി മാറ്റും, അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുവാണ്. പ്രത്യേകിച്ച് സാൻഡ്ര സിസ്റ്ററിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കർത്താവ് നമ്മൾ ആദ്യമായിട്ടാണ് സൂമിൽ പുറത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മീറ്റിങ്ങൾക്ക്. എന്താ പറയുക, ദൈവം ചിലപ്പോൾ നമുക്ക് ദൈവത്താൽ നമുക്ക് നറുക്ക് വീഴുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ പിന്നെയും നറുക്കുകൾ വീഴട്ടെ. ബറിയോനോ ഷിമോനെ നീ ഭാഗ്യവാൻ എന്ന് പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുവാൻ കർത്താവ് പലരെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്, ഹിന്ദിയിലുമൊക്കെ. അപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന പട്ടണങ്ങളിൽ ആളുകളെ ഇത് മറന്നു പോകരുത്. ഇത് ബ്രദറിന്റെ കൂട്ടായ്മയല്ല, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണ്. ഇത് ബ്രദറിന്റെ നിയോഗമല്ല, ദൈവം തന്നൊരു ദർശനമാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മേൽ ഒരു പകർച്ച ഉണ്ടാകും. നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് കേട്ടതുപോലെ ഡെലിവറൻസുകൾ, രോഗസൗഖ്യങ്ങൾ, ദൈവപ്രവർത്തികൾ നടക്കുമ്പോൾ ഓരോ ഭവനം വിടിവിക്കപ്പെടാൻ വേണ്ടിയുള്ള വാഞ്ച,
9 കൃപാവരങ്ങൾ എങ്ങനെ നിങ്ങളിൽ ജ്വലിക്കും, ഇതിനുള്ള ക്ലാസ്സുകൾ, അതിൻ്റെ അഭിഷേകങ്ങൾ, അതിൻ്റെ പവർ സോഴ്സുകളെല്ലാം കർത്താവ് ഈ ദിവസം നിങ്ങളുടെ മേൽ കൈമാറും. റെഡി ആയിരിക്കുക. ലോകമെമ്പാടും പടരുന്ന വലിയൊരു എന്താ പറയുക, ഒരു ഫെലോഷിപ്പാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അന്ത്യകാലഘട്ടമാണ്. സമയം നമുക്ക് ചുരുക്കമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കാവോ. മന്ദതയുള്ളവരാകാതെ നമ്മൾ ക്രിസ്തുയേശുവിൽ പോരാളികളെ പോലെ മുന്നോട്ട് പോകണം. നമുക്കിനി ചുരുക്കം സമയമുള്ള. യേശു വേഗം വരാറായി. കർത്താവിൻ്റെ സന്നിധിയിൽ പോയി നിൽക്കുമ്പം നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റണം. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആത്മാക്കളെ നേടി എന്ന് പറയുന്ന ഒരു വലിയ സാക്ഷ്യം കേൾക്കാൻ വേണ്ടി യേശു കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളെക്കാളും നിങ്ങളുടെ അത്ഭുതങ്ങളെക്കാൾ യേശു കാത്തിരിക്കുന്നത് കർത്താവ് ഒരു സഹോദരനെയും കൂടെ നേടിയോ എന്നാണ് യേശു നോക്കുന്നത്. കർത്താവിൻ്റെ ആഗ്രഹം അതാണ്. നമ്മൾ യേശുവിൻ്റെ സാക്ഷികളാകണം. പ്രിയരെ, അതിനുവേണ്ടിയുള്ള വലിയ അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. കൂട്ടായ്മകൾ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്യുന്നു. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ സാലറി കിട്ടുമ്പോൾ എത്ര പേരിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രയർ സ്റ്റേഷന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്? എത്ര പേർ അതിനു വേണ്ടി നീക്കി വെക്കുന്നുണ്ട്? ഞാൻ അവരെ ഒന്ന് ബ്ലെസ് ചെയ്യാൻ വേണ്ടിയാണ്. എത്ര പേര് സാലറികൾ ലഭിക്കുമ്പോൾ, നന്മ കിട്ടുമ്പോൾ മാറ്റിവെക്കാറുണ്ട്? മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. മാറ്റിവെക്കുന്നവര് ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ എല്ലാവരുടെയും ആഹ്വാനം ചെയ്യുവാണ്. നിങ്ങൾക്ക് ജോലിക്ക് സാലറി കിട്ടുമ്പോൾ വലിയ തുകയല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവെ, ഹൃദയത്തിൽ തോന്നുന്നത് മാറ്റിവെക്കുക. ഒരു കുടുക്ക പോലെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഒരു ശേഷിപ്പ് ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. ഞാനിത് വീണ്ടും പറയുകയാണ്. നാളെ പറയരുത് ബ്രദർ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട്. ഒന്നുമല്ല, നിർബന്ധത്താൽ വിതയ്ക്കുന്നവനൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അവനവന് ഹൃദയത്തിൽ തോന്നുന്നത്. കാര്യം മുന്നോട്ട് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ അനേക പട്ടണങ്ങളിൽ നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. അനേക ഇടങ്ങളിൽ പ്രത്യേകിച്ച് സുവിശേഷം പ്രയർ സ്റ്റേഷൻ മീറ്റിങ്ങുകൾ, നേരിട്ട് ഞാൻ വരുന്നുള്ള ക്രമീകരണ മീറ്റിങ്ങുകൾ, അതിനിടയിൽ ഒത്തിരി, പ്രത്യേകിച്ച് നമ്മൾ എറണാകുളത്ത് നമുക്കൊരു പ്രയർ സ്റ്റേഷൻ നടക്കുന്ന സ്ഥലമല്ലാതെ ഒരു സ്ഥലം അന്വേഷിക്കുന്നുണ്ട്. ഒരു ഹാളായിട്ടോ റൂമായിട്ടോ കണ്ടിന്യൂസ് നമുക്ക് നമ്മുടെ പ്രയറുകളും നമ്മുടെ പ്രയർ റിക്വസ്റ്റുകളും എല്ലാം കളക്ട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ സഹോദരങ്ങൾ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം നമുക്ക് വേണ്ടി എറണാകുളത്തുള്ളവരെ തൃപ്പൂണിത്തറയിലോ എറണാകുളത്തിൻ്റെ അകത്തോ പുറത്തോ ഏതെങ്കിലും ബസ്സിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം, അതൊരു മുറി ആയിക്കോട്ടെ, കടമുറി ആയിക്കോട്ടെ, റൂം ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, ഉടനെ തന്നെ അന്വേഷിക്കുക. കണ്ടിന്യൂസ് അതിൻ്റെ അകത്ത് പ്രാർത്ഥനയും സെപ്പറേറ്റ് നമ്മൾ പ്രയർ സ്റ്റേഷനും വെക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രയർ റിക്വസ്റ്റുകളെ കളക്ട് ചെയ്യുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ലൈവ് പ്രയറുകളും ക്രമീകരിക്കാൻ വേണ്ടി ഒരു സ്ഥലമാണ്. അന്ന് അന്വേഷിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും അത് എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് വേറെ അതുപോലത്തെ ഒരു റൂം ഉണ്ടെങ്കിൽ കൊടുക്കുവാൻ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇല്ല, അതിന് റെൻ്റ് ഉണ്ടെങ്കിൽ അന്വേഷിക്കുക. അത് ക്രമീകരിക്കുവാൻ, അത് ഹയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേഗത്തിൽ അന്വേഷിക്കണം, സമയം കളയരുത്. എറണാകുളത്ത് അതിനുവേണ്ടിയുള്ളൊരു ക്രമീകരണത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്യുന്നു. 100 മേനി കൊയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. കർത്താവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണിക്ക് വേണ്ടി തന്നെ കൽപ്പിച്ചോണം കേട്ടോ. നമ്മൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കാര്യമല്ല. ബൈബിൾ പറയുന്നു കർത്താവിനാൽ സമ്പത്തുണ്ടാകും. യഹോവയുടെ അനുഗ്രഹത്താൽ. ജോലി വേണം, നമുക്ക് ബിസിനസ് വേണം, പക്ഷേ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. അബ്രഹാം എത്ര ശ്രമിച്ചാലും ആട്, മാട്, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാമിന് ബഹുസമ്പന്നാൻ കഴിയത്തില്ല. കാര്യം അബ്രഹാം ഒന്നുമില്ലാത്തവനായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് കളഞ്ഞിട്ട് വന്നവനാണ്. പക്ഷെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് സമ്പത്തുണ്ടായെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചില മിറക്കിൾ മണികൾ ഉണ്ടായി വരും. ഞാൻ ജോലിനെയും ബിസിനസ്സിനെയും അനുഗ്രഹിക്കുന്നു. വർദ്ധിക്കട്ടെ, പെരുകട്ടെ, ആ നന്മകൾ ഇരട്ടിക്കട്ടെ. മിറക്കിൾ മണികളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം രോഗസൗഖ്യം ലഭിച്ചവരുണ്ട്, ലഭിക്കാത്തവരുണ്ട്. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. കൈവച്ചു. സൗഖ്യമാകാത്തവരുണ്ട്, ആയവരുണ്ട്. ആയവരല്ലാതെ ആകാത്തവർ കൈവച്ച്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ദ ഹീലിംഗ് പവർ ഈസ് മൂവിങ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി സ്തുതിക്കുന്നു. ദ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീര് വറ്റിപ്പോട്ടെ, മുഴ ചുങ്ങിപ്പോട്ടെ, ആ തേയ്മാനം സൗഖ്യമാകട്ടെ. വേദന വേരോടെ പിഴുതു കളയുന്നപ്പോൾ ഇപ്പോൾ ഈ നിമിഷം മുതൽ കൈയെടുത്തു മാറ്റുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ അവിടെ സംഭവിക്കുക. പുതിയ അവയവം ഉണ്ടായി വരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു പ്രിയരെ. സമാധാനത്തോടെ ആയിരിക്കുക.